ഇന്ന് മാർച്ച് 31, 2026. ഈ ഒരു പ്രഭാതം പുലർന്നിരിക്കുന്നത് മാവോയിസ്റ്റ് മുക്ത ഭാരതത്തിലേക്കാണ്. അമിത്ഷായുടെ അദ്ദേഹം നൽകിയ ഒരു ഉറപ്പ് അതിവിടെ പാലിക്കപ്പെടുകയാണ്. മാത്രമല്ല, അമിത്ഷായുടെ ഉഗ്രശാസനം അത് ഫലം കണ്ടു. രാജ്യം മാവോയിസ്റ്റ് മുക്തമാവുകയാണ്. ഒരുത്തനും ഇനി ചുമപ്പ് ഭീകരതയിൽ ഇവിടെ തല പൊക്കില്ല എന്ന ഒരു എടുത്തു പറയാവുന്ന ഉറപ്പിച്ച ഒരു കാര്യമായി മാറുകയാണ്. അതായത് ചുമപ്പ് ഭീകരതയിൽ നിന്നും ഭാരതം മുക്തമാവുകയാണ്. ചുമപ്പ് ഭീകരത ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ അവസാനിച്ചു എന്നതാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. മാർച്ച് 31 ഭാരതം മാവോയിസ്റ്റ് മുക്തമാകുമെന്ന വാക്ക് അമിത്ഷാ ഇവിടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് പാലിക്കപ്പെട്ടിരിക്കുകയാണ്. ആ വാക്ക് അദ്ദേഹം അതേപടി പാലിച്ചു. ഇതോടുകൂടി തന്നെ അദ്ദേഹത്തിന് രാജ്യത്തിന്റെ കയ്യടി ലഭിച്ചിരിക്കുകയാണ്. ഭൂരിഭാഗം മാവോയിസ്റ്റുകളും നക്സലിസ്റ്റുകളും ഇവിടെ ആയുധം വെച്ച് കീഴടങ്ങുകയും അവരാകട്ടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തുടങ്ങുകയുമാണ് ചെയ്തത്. മാത്രമല്ല, കീഴടങ്ങാൻ തയ്യാറാകാത്തവർക്കെതിരെ വിവിധ ഓപ്പറേഷനിലൂടെ തന്നെ അവരെ കാലപുരിക്ക് അയക്കാനുള്ള ഒരു വ്യക്തമായ നിലപാടെടുക്കാൻ പോലും ഇവിടുത്തെ ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു എന്നതാണ് വാസ്തവം. ഉൾവനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യൻ സേന ഓപ്പറേഷനുകൾ നടത്തിയത്. അതിൽ 100% വിജയം കൈവരിക്കാൻ അവർക്ക് സാധിച്ചു എന്നതിന്റെ തെളിവാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ ഒരു സന്തോഷകരമായ വാർത്ത. ഒപ്പം തന്നെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ ഇവരുടെ പക്കൽ നിന്നും AK-47 പിസ്റ്റലുകൾ ഉൾപ്പെടെ തന്നെ അത്യാധുനിക ആയുധങ്ങൾ ഉൾപ്പെടെയാണ് കണ്ടെത്തിയത്. ഇവയെല്ലാം തന്നെ ഇവരുടെ പക്കൽ നിന്നും പിടിച്ചെടുക്കാൻ പോലും ഇന്ത്യൻ സേനയ്ക്ക് സാധിച്ചു. ഒപ്പം തന്നെ തലയ്ക്ക് കോടികൾ ഇനാം പ്രഖ്യാപിച്ച ഭീകരർ ഉൾപ്പെടെയായിരുന്നു ആയുധം താഴെ വെച്ച് ഇവിടെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ രംഗത്ത് വന്നത്. മാത്രമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു വ്യക്തമായ ഇടപെടലും ഇവിടെ വലിയ പ്രയോജനകരമായി മാറിയിരിക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. രാജ്യത്ത് 12 സംസ്ഥാനങ്ങളിൽ ചുമപ്പൻ ഇടനാഴി അവിടെ ആ ഒരു ഇടനാഴി തീർത്ത നക്സലിസം അവസാനിപ്പിച്ചു എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപനം നടത്തിയത്. നക്സലിസവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് മറുപടി നൽകവെയാണ് ഇത്തരമൊരു സുപ്രധാനമായ പ്രഖ്യാപനം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. മാർച്ച് 31 അതായത് 2026 മാർച്ച് 31 രാജ്യം നക്സലിസത്തിൽ നിന്നും മുക്തമാകുമെന്ന് അദ്ദേഹം പ്രഖ്യാപനം നടത്തിയിരുന്നു. ഏറെക്കുറെ ചർച്ചകളിലൂടെയും ആക്രമണത്തിലൂടെയുമാണ് ഈ നക്സലിസത്തെ അടിവേരോടുകൂടി തന്നെ പറിച്ചെറിയാൻ സാധിച്ചതെന്നും അമിത്ഷാ വ്യക്തമാക്കുന്നു. കീഴടങ്ങുന്നവരുടെ പുനരധിവാസം ഇവിടെ ഉറപ്പാക്കിയിട്ടുണ്ട്. കീഴടങ്ങുന്നവരുമായി സംഭാഷണവും അതേപോലെ തന്നെ വെടിയുണ്ടകൾക്ക് അതേ നാണയത്തിലും മറുപടി നൽകിക്കൊണ്ട് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ മാവോയിസ്റ്റ് മുക്ത ഭാരതമാക്കി മാറ്റിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡ്, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ, ബംഗാൾ, കേരളം, അതേപോലെ കർണാടക, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലെ നക്സലുകളെയാണ് ഇല്ലാതാക്കിയിരിക്കുന്നത്. 4839 നക്സലുകൾ ഇതിനോടകം തന്നെ കീഴടങ്ങിയിരിക്കുകയാണ്. 2218 പേർ ജയിലിലായി. 706 പേർ പോലീസ് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 21 മാവോയിസ്റ്റ് കേന്ദ്ര നേതാക്കളിൽ ഒരാൾ മാത്രമാണ് ഇപ്പോഴും അവശേഷിക്കുന്നത്. ആക്രമണങ്ങളിൽ 5000 സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തന്നെ 20,000 പേർ കൊല്ലപ്പെടുകയും അവിടെ വലിയ രീതിയിൽ ഒരു സംഖ്യ ഇവിടെ എടുത്തു കാണിക്കുകയാണ്. മിക്ക സംസ്ഥാനങ്ങളിലും 2024 മുൻപേ തന്നെ നക്സലിസം ഇല്ലാതാക്കിയിരുന്നു. മുൻപ് കോൺഗ്രസ് സർക്കാർ നക്സലൈറ്റുകളെ സംരക്ഷിക്കുന്നതിൽ ഛത്തീസ്ഗഡിൽ നടപടികൾ നീണ്ടുന്നതാണ്. മാത്രമല്ല, മറ്റൊരു പ്രഖ്യാപനം കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കാര്യം കൂടി അമിത്ഷാ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. ജോഡോ യാത്രയിൽ നക്സലുകൾ എത്തിയെന്ന് അമിത്ഷാ ആകട്ടെ വലിയ രീതിയിൽ ഇവിടെ ഒരു വെളിപ്പെടുത്തൽ നടത്തുകയാണ്. കോൺഗ്രസിന്റെ നയങ്ങളാണ് രാജ്യത്ത് നക്സലിസം വളർത്തിയതെന്നും അദ്ദേഹം വിമർശനം ഉന്നയിച്ചു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി സ്വീകരിച്ച നടപടികളും നക്സലിസം വ്യാപിപ്പിക്കാൻ കാരണമാവുകയും അതേപോലെ തന്നെ ആദിവാസികൾക്ക് വികസനം നിഷേധിക്കപ്പെട്ടതും നക്സലിസത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചു. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയിൽ നക്സലുകൾ പങ്കെടുത്തു എന്ന ആരോപണം കോൺഗ്രസ് അംഗങ്ങളുടെ എതിർപ്പിന് ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം എന്തുകൊണ്ടാണ് ബസന്തർ ആദിവാസികളെ കോൺഗ്രസ് സർക്കാരുകൾ അവഗണിച്ചത് എന്നതൊരു ചോദ്യചിഹ്നമാണ്. നരേന്ദ്രമോദി രാജ്യത്തെ പാവപ്പെട്ടവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിയിരുന്നു. CRPF ജവാന്മാരും ഛത്തീസ്ഗഡ് പോലീസും അവിടെ വിശ്രമമില്ലാതെ തന്നെ മാവോയിസ്റ്റുകൾക്കെതിരെ പോരാട്ടം നടത്തി. കഴിഞ്ഞ 12 വർഷമായി തന്നെ മാവോയിസം ഇല്ലാതാക്കാൻ നിരന്തരം പ്രയത്നിക്കുകയാണ് അമിത്ഷാ എന്ന് വ്യക്തമായി ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് ബസന്തറിൽ നിന്ന് നക്സലിസം ഏതാണ്ട് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. ബസന്തറിലെ എല്ലാ ഗ്രാമങ്ങളിലും ഒരു സ്കൂൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു.
മേഖലയിൽ എല്ലാ ഗ്രാമങ്ങളിലും ഒരു റേഷൻ കട തുറക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു. എല്ലാ താലൂക്കുകളിലും പഞ്ചായത്തുകളിലും അവിടെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളടക്കം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങൾക്ക് ആധാർ കാർഡുകളും റേഷൻ കാർഡുകളും വിതരണം ചെയ്തു. ഇപ്പോൾ അവർക്ക് 5 കിലോഗ്രാം ഭക്ഷ്യധാന്യങ്ങൾ ലഭ്യമായി തുടങ്ങിയെന്നും അമിത്ഷാ ഇവിടെ എടുത്ത് ഈ ഒരു നക്സൽ മുക്തമായി അല്ലെങ്കിൽ മാവോയിസ്റ്റ് മുക്തമായി, ഇന്ത്യ മാവോയിസ്റ്റ് മുക്തമായി എന്ന് എടുത്തു പറയുന്നതിനോടൊപ്പം തന്നെയാണ് ബസന്തർ ജില്ലയിൽ ഉണ്ടായിരുന്ന ദുരനുഭവങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവിടെ പുതിയൊരു കിരണം, അവിടെ ഒരു പുതിയ വെളിച്ചം അവിടെ കൊണ്ടുവരാൻ സാധിച്ചു എന്നതാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.